സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ ഒരു 8000 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു മോഡലാണിത്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 19000 രൂപയ്ക്കാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. ഷോപ്പിലൊരു 30000 രൂപയോളം റേറ്റ് വരുന്നൊരു മോഡലാണിത്. 110 ഒരു 3 സ്റ്റാർ സ്പ്ലിറ്റ് AC ഒക്കെ നമുക്ക് വരുന്നത് 20000 രൂപ റേഞ്ചിലാണ് ഇതുള്ളത്. 19000 രൂപ തൊട്ട് നമുക്ക് AC 110 3 സ്റ്റാർ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട്. ഇത് ഹയറിൻ്റെ ഒരു സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജാണ്. ഇതിൻ്റെ ഒരു MRP വരുന്നത് 1,39,990 രൂപയാണ്. ഇത് ഷോപ്പുകളിൽ വിൽക്കുന്ന റേറ്റ് 72,790 നമുക്കിത് വരുന്നത് 45,000 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് ഇത് കണ്ടോ. ഇതുപോലുള്ള ചെറിയ സ്ക്രാച്ച്, ഡെൻറ്റ്, കളർ ഫെയ്ഡ് ഇതുപോലുള്ള ഐറ്റംസ് ആയിരിക്കും നമുക്ക് റിജക്ഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. നമ്മുടെ ഇന്ന് കൊണ്ടുപോകുന്നൊരു സാധനം അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ഇരുന്ന് പോകുന്നൊരു കണ്ടീഷനിലേക്ക് ഒരു കാരണവശാലും എത്തില്ല. സർവീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ സർവീസ് ചെയ്യും. ഒരു നിവൃത്തിയില്ലാത്ത കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഫണ്ടോ റിട്ടേണോ എക്സ്ചേഞ്ച് പോളിസിയോ നമ്മൾ കൊടുക്കുന്നതാണ്. ഫ്രിഡ്ജ് ഒന്ന് നോക്കിയോ, ഫുള്ളേക്ക് ഫ്രഷ് പീസാണ്. ഷോപ്പുകളിലിരിക്കുന്ന അതേ കണ്ടീഷനിലുള്ള പീസുകളാണ്. അതിൻ്റെ തെർമോക്കോൾ പീസ് പോലും നമ്മളതിനകത്ത് മാറ്റിയിട്ടില്ല. അതേ പുതുമയോടുകൂടി തന്നെ ഫുള്ളായിട്ടുണ്ട് നമുക്കിത്. ഇതൊരു ഹയറിൻ്റെ ഒരു ഗ്ലാസ് ടൈപ്പ് മോഡലാണ് നമുക്ക് വരുന്നത്. ഇത് നമ്മുടെ പ്രൈസ് വരുന്നത് 20,000 രൂപയ്ക്കാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. ഇതിന് പുറത്തുള്ള മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 40,000 രൂപയ്ക്ക് മുകളിൽ പ്രൈസ് ഉള്ളൊരു മോഡലാണിത്. ഇത് നമുക്ക് നോർമൽ ഡബിൾ ഡോറിൻ്റെ ഒരു മോഡലാണ്. ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ചാണ് ഇത് വരുന്നത്. ഇതൊക്കെ നമുക്കൊരു ലാസ്റ്റ് ഒരു 13,000 രൂപ തൊട്ട് നമുക്ക് സെയിൽ ചെയ്ത് തുടങ്ങാൻ പറ്റിയൊരു മോഡലാണ്. അത്യാവശ്യം ഇതൊക്കെ ഷോപ്പിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെ പോലെ ഒരു 20,000 രൂപയ്ക്ക് മുകളിലേക്ക് റേറ്റ് വരുന്ന മോഡലാണ്. ഇതൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് റേഞ്ച് ഒരു 13,000 റേറ്റിൽ നമുക്ക് കൊടുത്ത് തുടങ്ങാൻ പറ്റി ഒരു 240 ലിറ്ററിന് മുകളിലേക്ക് സ്റ്റാർട്ടിങ് വരുന്ന മോഡലാണ്. ഇതാണ് നമുക്ക് നമ്മുടെ ഒരു ബേസ് മോഡൽ വരുന്നത്. സിംഗിൾ ഡോർ ഫ്രിഡ്ജിൽ ഒരു 8000 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു മോഡലാണിത്. ഒരു ബേസ് സ്റ്റാൻഡൊക്കെ അഡീഷണൽ വരുന്ന ഒരു ടൈപ്പ് പീസാണിത്. ഇതിന് നമുക്ക് കമ്പനി വാറണ്ടി കിട്ടുന്നില്ല. നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും നമ്മൾ കൊടുക്കുന്ന 1 മന്ത് ചെക്കിംഗ് വാറണ്ടി മാത്രമേ വരുന്നുള്ളൂ. ഒരു മാസത്തിന് ശേഷം വരുന്ന സർവീസുകൾക്ക് നമുക്ക് ടെക്നീഷ്യന്മാരുണ്ട്. നമ്മൾ അവരെ വിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന് തുച്ഛമായ എന്തെങ്കിലും സർവീസ് ചാർജ് നമുക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് മോഡലാണ്. വാഷിംഗ് മെഷീനിൽ നമുക്കൊരു 10,000 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ഇതൊക്കെ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു 8 kg ഒക്കെ വരുന്ന വാഷിംഗ് മെഷീനാണ്. നമ്മളിത് ഡയറക്റ്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഷോറൂമുകളിൽ നിന്നും കമ്പനികളിൽ നിന്നും തന്നെയാണ് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഡാമേജ് ഉള്ളതിൻ്റെ പേരിൽ ഷോറൂമുകളിൽ വെച്ച് ഡിസ്പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളിത് ബൾക്കായിട്ട് ഗോഡൗണിൽ നിന്ന് എടുത്തിട്ടാണ് സെയിൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ സൈഡ് ബൈ സൈഡിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റ് ആണ്. ഇത് നമുക്ക് 3 ഡോർ വരുന്നൊരു മോഡലാണ്. ഇതുമെല്ലാം ഈ പറഞ്ഞ പോലെ മാജിക് കൺവേർഷൻ വരുന്ന ഏറ്റവും പുതിയൊരു മോഡലാണ്. 3 ഡോറാണ്. ഇത് നമുക്ക് റേറ്റ് വരുമ്പോഴത്തേക്ക് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് 45 ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 60 മുകളിലേക്ക് ഇതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നുണ്ട്. ഫ്രഷ് പീസാണ്. ഇത് നമ്മുടെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ഫ്രണ്ട് ലോഡ് മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 19,000 രൂപയ്ക്കാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. ഷോപ്പിലൊരു 30,000 രൂപയോളം റേറ്റ് വരുന്നൊരു മോഡലാണിത്. ഇത് നമ്മുടെ ഒരു മൈക്രോവേവ് ഓവനാണ്. ഇത് വരുന്നത് സോളോ ടൈപ്പ് ബേസ് മോഡലാണ്. ഇതൊരു 8,000 രൂപയോളം ഓൺലൈൻ പ്രൈസ് വരുന്ന മോഡലാണ്. നമ്മുടെ റേറ്റ് വരുന്നത് 4,000 രൂപയാണ്. ഈ ഒരു മോഡൽ വരുന്നത് കുറച്ചൊരു ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് കൺവെക്ഷൻ ടൈപ്പാണ് വരുന്നത്. ഇതൊരു 11,000 ചില്ലാൻ രൂപ ഇതിന് ഓൺലൈൻ റേറ്റ് ഉണ്ട്. നമ്മുടെ റേറ്റ് 6,500. നമുക്ക് മെയിനായിട്ട് സ്റ്റോക്ക് വരുന്നത് AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഐറ്റംസ് ആണ്. ഇത് കൂടാണ്ട് മൈക്രോവേവ് ഓവൻ, പിന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ടുള്ള VC കൂളർ, ചെസ്റ്റ് ഫ്രീസർ, ഈ വക ഐറ്റംസും നമുക്ക് സ്റ്റോക്ക് വരുന്നുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ എൻക്വയറിയും സെയിലും ഉള്ള ഒരു മോഡലാണ് ഈ വരുന്ന AC വരുന്നത്. 110 ഒരു 3 സ്റ്റാർ സ്പ്ലിറ്റ് AC ഒക്കെ നമുക്ക് വരുന്നത് 20,000 രൂപ റേഞ്ചിലാണ് ഇതുള്ളത്. 19,000 രൂപ തൊട്ട് നമുക്ക് AC 110 3 സ്റ്റാർ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ആലപ്പുഴയാണ്. നമ്മുടെ ഈ ഒരു ഔട്ട്ലെറ്റ് നിൽക്കുന്നത് മാവേലിക്കര ചാരുമൂടിനിടയിലുള്ള ചുനക്കര എന്ന് പറഞ്ഞ ഭാഗത്താണ്. നമ്മൾ ഇവിടുന്ന് ഒരു 10, 30, 40 കിലോമീറ്റർ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ഡെലിവറി ഓപ്ഷൻ നമുക്കില്ല. കസ്റ്റമർ അവരുടെ വണ്ടിയും കൊണ്ട് വന്നാൽ എടുത്ത് കൊണ്ടുപോകാൻ സാധനം. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്തുനിന്ന് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഒരു പേയ്മെൻറ്റ് കസ്റ്റമർ തന്നെ കൊടുക്കേണ്ടി വരും. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഹയറിൻ്റെയൊക്കെ ഗ്ലാസ് ടൈപ്പാണ്. ഗ്ലാസ് ഡോറാണ് വരുന്നത്. ഒരു ബോട്ടം ഫ്രീസർ ടൈപ്പാണ്. ഫ്രീസർ താഴെയാണ് ഇതിൻ്റെ വരുന്നത്. താഴെ ഫ്രീസർ വരുന്നൊരു മോഡലാണ്. ഗ്ലാസ് ടൈപ്പാണ്. അത്യാവശ്യം നല്ല റേറ്റുള്ള മോഡലാണ്. ഷോപ്പുകളിലും പറ്റും. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു 27,000, 26,500 റേഞ്ചിലൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതുമൊക്കെ കൺവെർട്ടിബിൾ ടൈപ്പാണ് വരുന്നത്. ഇത് കണ്ടോ. ഇതുപോലുള്ള ചെറിയ സ്ക്രാച്ച്, ഡെൻറ്റ്, കളർ ഫെയ്ഡ് ഇതുപോലുള്ള ഐറ്റംസ് ആയിരിക്കും നമുക്ക് റിജക്ഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഫ്രിഡ്ജ് ഒന്ന് നോക്കിയോ, ഫുള്ളേക്ക് ഫ്രഷ് പീസാണ്. ഷോപ്പുകളിലിരിക്കുന്ന അതേ കണ്ടീഷനിലുള്ള പീസുകളാണ്. അതിൻ്റെ തെർമോക്കോൾ പീസ് പോലും നമ്മളതിനകത്ത് മാറ്റിയിട്ടില്ല. അതേ പുതുമയോടുകൂടി തന്നെ ഫുള്ളായിട്ടുണ്ട് നമുക്കിത്. നമ്മൾ വരുന്ന സാധനങ്ങൾ സ്റ്റോക്ക് എല്ലാം ഫസ്റ്റ് വന്ന് എല്ലാം വെച്ച് ഫിസിക്കലി ഉള്ള ഡാമേജ് പരിശോധിച്ച ശേഷം എല്ലാം വർക്ക് ചെയ്ത് നോക്കും. AC ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇൻഡോറും ഔട്ട്ഡോറും കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് കൂളിങ്ങും റിമോട്ടിൻ്റെ ഫംഗ്ഷൻ ഉൾപ്പെടെ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് കസ്റ്റമർ കൊടുക്കുന്നത്. ഫ്രിഡ്ജ്, ഫ്രീസർ പോലെയുള്ള കാര്യങ്ങളാകുമ്പോഴത്തേക്ക് വന്ന് ഫിസിക്കൽ ഡാമേജ് ചെക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ വെള്ളം വെച്ച് ഐസ് ആക്കിയതിന് ശേഷം അതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ് കസ്റ്റമർ കൊടുക്കുന്നത്. കസ്റ്റമർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന മെഷീൻ അവരുടെ മുന്നിൽ വെച്ച് തന്നെ വർക്ക് ചെയ്യിച്ച് കൺഫേം ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഡെലിവറിയും ചെയ്യാറുള്ളത്. ഇതൊരു VC കൂളറാണ്, അഥവാ ചില്ലറാണ്. ബോട്ടിൽ കൂളർ എന്ന് പറയും. ഇതൊക്കെ നമുക്ക് വരുന്ന ഒരു 320 ലിറ്റർ കപ്പാസിറ്റി വരുന്ന വോൾട്ടാസിൻ്റെ ഒരു VC കൂളറാണ്.
ഇത് കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് അധികം ഉപയോഗിക്കുന്നതാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊരു 450 ലിറ്റർ വരുന്ന VC കൂളറാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നമുക്ക് ഇത് ഏകദേശം ഒരു 24,000-25,000 രൂപ റേഞ്ചിൽ വില വരുന്ന ഒരു മെഷീനാണ്. ഇത് 450 ലിറ്റർ വരുന്ന മെഷീൻ നമുക്ക് വില വരുന്നത് ഏതാണ്ട് 31,000 രൂപയോളം വില വരുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നൊരു ചെറിയൊരു ഡീപ് ഫ്രീസറാണ്. ഇതൊരു 100 ലിറ്ററിൻ്റെ ഫ്രീസറാണ് വരുന്നത്. ഇതാകുമ്പോഴത്തേക്ക് ഒരു 200 ലിറ്ററിൻ്റെ ഫ്രീസറാണ് വരുന്നത്. 100 ലിറ്ററിൻ്റെയൊക്കെ നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12,000 രൂപ റേഞ്ചിൽ നമ്മൾ വിൽക്കുന്ന ഒരു മെഷീനാണ്. 200 ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 15,000-14,500 റേഞ്ചിൽ സെയിൽ ചെയ്യുന്നൊരു മെഷീനാണ്. ഇത് പുറത്ത് വരുമ്പോഴത്തേക്ക് ഒരു 20,000-ന് മുകളിൽ നമുക്ക് ഓൺലൈൻ പ്രൈസ് വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത് മാവേലിക്കരയ്ക്കും ചാരുമൂടിനും ഇടയിലുള്ള ചുനക്കര കോട്ടമുക്ക് എന്ന് പറഞ്ഞ ഭാഗത്താണ്. അപ്പോൾ നമ്മുടെ ഒരു സഹോദര സ്ഥാപനം ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴ വളവനാട് ഭാഗത്തുണ്ട്. അവിടെയാണ് ഇതിനേക്കാൾ കുറച്ചുകൂടെ അധികം സ്റ്റോക്കും കപ്പാസിറ്റിയും നമുക്കുള്ളത്. ഇതൊരു ഹയറിൻ്റെ ഒരു ഗ്ലാസ് ടൈപ്പ് മോഡലാണ് നമുക്ക് വരുന്നത്. അത്യാവശ്യം 300 ലിറ്ററിന് മുകളിൽ കപ്പാസിറ്റി വരുന്ന ഫ്രിഡ്ജാണ്. മാജിക് കൺവെർഷനാണ്. കൺവെർട്ടബിൾ ടൈപ്പാണ്. ഇത് നമുക്ക് ഫ്രീസർ നമുക്ക് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് വരുന്നത്. ഇത് നമ്മുടെ പ്രൈസ് വരുന്നത് 20,000 രൂപയ്ക്കാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. ഇതിന് പുറത്തുള്ള മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 40,000 രൂപയ്ക്ക് മുകളിൽ പ്രൈസ് ഉള്ളൊരു മോഡലാണിത്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഹയറിൻ്റെ തന്നെ ഒരു ഗ്ലാസ് ഡോർ ടൈപ്പ് തന്നെയാണ്. ഇത് വേറൊരു കളർ പുതിയൊരു ഗ്രാഫിക്സ് വരുന്നൊരു മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഒരു 350 ലിറ്ററിന് മുകളിലേക്ക് കപ്പാസിറ്റി വരുന്ന അത്യാവശ്യം വലിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഫ്രിഡ്ജാണ്. നമുക്ക് ആലപ്പുഴ വളവനാട് ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം 4 പേര് സെയിൽസിലുണ്ട്. 4 പേരുടെ നമ്പർ ആഡ് ചെയ്യുന്നുണ്ടാവും ഇവിടെ. അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. ഒത്തിരി ദൂരെ നിന്നൊക്കെ നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ വിളിച്ച് അന്വേഷിച്ച് നമുക്ക് വേണ്ട സാധനം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വരിക. നമുക്ക് റെഗുലറായിട്ട് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്, സെയിലും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. സ്റ്റോക്കിൻ്റെ അവൈലബിലിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ അപ്പുറത്ത് കണ്ട മോഡൽ തന്നെ ഹയറിൻ്റെ തന്നെ ഒരു കൺവെർട്ടബിൾ ടൈപ്പാണ്. ഇത് ഗ്ലാസ് ഡോർ അല്ല, ഇതൊരു ഹാർഡ് ബോഡി വരുന്നൊരു മോഡലാണ്. ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഇതിൻ്റെ ഒരു ഫോൾട്ട് വരുന്നത് പറഞ്ഞാൽ ഈ ഡിഫക്റ്റ് വരാൻ കാര്യം ഈ ഒരു ചെറിയ സ്ക്രാച്ച് ഡെൻറ്റ് ഭാഗമാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഒരു പെർ ഇയർ കറണ്ട് കൺസപ്ഷൻ വരുന്നത് 215 യൂണിറ്റാണ്. ഒരു 3 സ്റ്റാറിലുള്ള ഒരു മോഡലാണത്. 215 യൂണിറ്റാണ് പെർ ഇയർ അതെടുക്കുന്ന ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ എന്ന് പറയുന്നത്. ഇതും അത്യാവശ്യം നല്ലൊരു ഫ്രഷ് പീസാണ് വരുന്നത്. നമ്മുടെ ഒരു പ്രൈസ് വരുമ്പോഴത്തേക്കൊരു 26,000-27,000 റേഞ്ചിൽ നമ്മളിവിടെ വിൽക്കുന്നതാണ്. 40-ന് മുകളിൽ മാർക്കറ്റ് റേറ്റ് ഉള്ളതാണ്.